ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ന്യൂ SRT സീരീസിലെ അടുത്ത ക്ലാസ്സാണ് ഇന്ന്. സാമൂഹ്യശാസ്ത്രം ഭാഗം 1, സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ ഭാഗം 1 സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. ജോഗ്രഫിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വരയ്ക്കാം വായിക്കാം എന്നതാണ് കേട്ടോ. വരയ്ക്കാം വായിക്കാം ചാപ്റ്ററിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭൂപട വായനയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ അജിയുടെ കയ്യിലുള്ള ലേ ഔട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് അജി. ഒപ്പം കുടുംബവുമുണ്ട്. അവരുടെ പക്കലുള്ള ലേ ഔട്ടാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ഇതൊരു ലേ ഔട്ടാണ്. ഇതിവിടെ ദിശ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ ലെറ്റേഴ്സ് തന്നിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് സൂചിക പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് താഴെയും തന്നിട്ടുണ്ട്. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്, ഭക്ഷണശാല, ഗവൺമെൻറ് HSS തൃശ്ശൂർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു മാപ്പിലേക്കുള്ള ഒരു വഴി പോലെയാണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അജിയും കുടുംബം എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ആദ്യം തന്നിട്ടുള്ളത്. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായി അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കെട്ടിടങ്ങളുടെ പ്ലാനാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ കൃത്യമായ അളവുകൾ ഉൾപ്പെടുത്തണം. എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട്, അതായത് ഒരാളുടെ ഓർമ്മയിൽ നിന്നോ അല്ലെങ്കിൽ പ്രദേശത്തെ നോക്കിക്കൊണ്ടോ ഒക്കെ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് സ്കെച്ചുകൾ. അത് കുറച്ചും കൂടെ അവ്യക്തമായിരിക്കും, രേഖാചിത്രങ്ങളൊക്കെ പോലെ. എന്നാൽ ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ അവയുടെ സ്ഥാനമൊക്കെ തിട്ടപ്പെടുത്തിക്കൊണ്ട് തോതും ദിശയും ഒക്കെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിരിക്കും, സ്കെച്ചുകൾ കുറച്ചും കൂടെ രേഖാചിത്രങ്ങൾ പോലെയുള്ളതായിരിക്കും. കൃത്യമായ അളവ് പറയുമ്പോൾ നമുക്ക് ദിശ കൂടി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് ദിശ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താം? സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായിട്ട് നാം കണക്കാക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്. സേതുരാമയ്യർ പറഞ്ഞതുപോലെ സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിത്രം A നിരീക്ഷിച്ച് ഇവിടെ പറയാണ്, അജി വീടിന് സമീപം ഉദയസൂര്യന് അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ കിഴക്ക് ദിശയിലേക്കായിരിക്കുമല്ലോ നോക്കി നിൽക്കുന്നുണ്ടാവുക. അതെ, ഏത് ദിശയിലേക്കാണ് അജി നോക്കി നിൽക്കുന്നത്? കിഴക്ക് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്. സൂര്യന് അഭിമുഖമായിട്ടാണ്. അജിയുടെ വലത് കൈ തെക്ക് ദിശയിലേക്കായിരിക്കും. ഇടത് കൈ വരുന്നത് എവിടേക്കായിരിക്കും? വടക്ക് ദിശയിലേക്കുമായിരിക്കും. അതുപോലെ അജിയുടെ നിഴൽ വരുന്നത് എവിടേക്കായിരിക്കും? വെസ്റ്റ് സൈഡിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അതായത് നമ്മൾ ദിക്ക് സൂചിപ്പിക്കുമ്പോൾ ഇങ്ങനെയല്ല എഴുതുക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെയല്ല എഴുതുക. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് B ചിത്രവും പൂർത്തിയാക്കുന്നത്. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, അടുത്തതിലേക്ക് പോകാം. സൂര്യനെ അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്തുന്നത് നമ്മളിപ്പോൾ കണ്ടു. വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായി നാം ഇന്ന് പ്രയോജനപ്പെടുത്താറുണ്ട്. വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. മൊബൈൽ ആപ്പുകളും ഇപ്പോൾ ദിശ കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്, പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. ഫോണിൽ നമ്മൾ കോമ്പസ് ആപ്പൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ വടക്ക് നോക്കിയ യന്ത്രം നോക്കാം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ഭാഗം റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചു വരുന്നു. ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം. ഭൂപടത്തിലെ ദിശ. ഭൂപടത്തിൽ ഇത് ഇവിടെ ദിശ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും.
ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്കു ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഇങ്ങനെ ഭൂപടത്തിന്റെ ചുവടുഭാഗം തെക്കു ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്കു ദിശയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണയായി ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ഒന്നെങ്കിൽ ഇപ്രകാരം സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ, അതും അല്ലെങ്കിൽ ഇത്. നമ്മൾ കോമൺ ആയിട്ട് ഈ രണ്ട് രീതിയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ഭൂപടത്തിൽ ദിശ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ. നമുക്ക് പരിചിതമായിരിക്കും. ബാക്കി നോക്കാം. ദിശ മനസ്സിലാക്കുന്നതിനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ഇതൊന്ന് നോക്കാം. അജിയുടെ സ്കൂളിൻ്റെ സ്കെച്ചാണ് ചുവടെ നൽകിയിരിക്കുന്നത്. സ്കെച്ച് നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്, ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഏത് ദിശയിലാണ് ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്? ആദ്യം ദിശ നോക്കുകയാണെങ്കിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ബാസ്കറ്റ്ബോൾ കെട്ടിടം ഇവിടെയുണ്ട്, ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം ഇവിടെയാണുള്ളത്. അപ്പോൾ ഏതാണ്? കിഴക്കാണ് വരുന്നത്, ഈസ്റ്റിലാണ് വരുന്നത്. ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഏത് ദിശയിലാണ് സ്കൂളിൻ്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത്? പ്രവേശന കവാടം, ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ പ്രവേശന കവാടം ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് സൗത്തിലാണ്, സൗത്തിൽ വരുന്നു. ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറിയും വായനാമുറിയും സ്ഥിതി ചെയ്യുന്നത്? ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ സൗത്ത് ഭാഗത്തായിട്ടാണ് വരുന്നത്, അതും സൗത്തിലാണ്. സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ഏത് ദിശയിലാണ് പാചകപ്പുര സ്ഥിതി ചെയ്യുന്നത്? സ്റ്റോർ വരുന്നത് ഇവിടെയായിട്ടാണ്, പാചകപ്പുര മുകളിലായിട്ടാണ്. അപ്പം നോർത്താണ് വരുന്നത്, നോർത്ത്. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ പ്രവേശന കവാടം വഴി പുറത്തേക്ക് പോകാനായിട്ട് പറ്റും? ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ദിശയിലേക്ക്? ഓഡിറ്റോറിയം എവിടെയാണ്? ഏറ്റവും മുകളിലായിട്ടാണ്. അപ്പോൾ പ്രവേശന കവാടം താഴെയാണ്. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? സൗത്ത് ആണ്, തെക്ക് ദിശയിലൂടെയാണ്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ദിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നേ ഉള്ളൂ. ഇത് ഭൂപടത്തിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് നമ്മൾ ഗ്ലോബിൻ്റെ കേസിലേക്ക് വരുന്നത്. ഈ ഒരു പന്തിൽ ഒരു വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിട്ട് ഇത് ഏത് സ്ഥാനത്താണ്, വീടിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗോളാകൃതിയുള്ള പ്രതലത്തിൽ ഒരു വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുക പ്രയാസമാണ്. ആയതിനാൽ പന്തിന് നെടുകെയുള്ള വരകളും അതുപോലെ കുറുകെയുള്ള വരകളും കൊടുത്ത് ആ ഒരു വീടിൻ്റെ ലൊക്കേഷൻ നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വന്നാൽ ഓരോ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകിയാൽ ഏതൊക്കെ വരകൾക്കിടയിലാണ് വീടിൻ്റെ സ്ഥാനം എന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ലൊക്കേഷൻ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമുക്ക് ഗ്ലോബിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര നമ്മൾ കണ്ടല്ലോ, നമ്മുടെ ഇക്വേറ്റർ ആണ്. ഇതാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു, 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് വിഭജിക്കുന്നു. സാങ്കല്പിക രേഖയാണ്, പക്ഷെ അങ്ങനെ പറയപ്പെടുന്നു. ഓക്കെ, തന്നിരിക്കുന്ന ചിത്രത്തിൽ എ എന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർദ്ധഗോളമാണ്, അതായത് ഉത്തരാർദ്ധഗോളമാണ് എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബി എന്ന് രേഖപ്പെടുത്തിയത് തെക്കേ അർദ്ധഗോളമാണ്, ദക്ഷിണാർദ്ധഗോളമാണ് ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവയുടെ പേരാണ് അക്ഷാംശരേഖകൾ എന്ന്. ഭൂമധ്യരേഖയും അക്ഷാംശരേഖയാണ്. അതുപോലെ തന്നെ അവയ്ക്ക് സമാന്തരമായിട്ട് വരച്ചിട്ടുള്ള മുകളിലും താഴെയും ഈ ഗ്ലോബിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഇത്തരം രേഖകളെയാണ് അക്ഷാംശരേഖകൾ എന്ന് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. അക്ഷാംശരേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന, ഇത്തരത്തിൽ കുറുകെ വരച്ചിരിക്കുന്ന രേഖകൾ, അവയാണ് രേഖാംശ രേഖകൾ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് അറിയപ്പെടുന്നത്. അക്ഷാംശരേഖകളിൽ ഏറ്റവും വലുതാണ്, ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ രേഖയുടെ കോണീയ അളവ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. ഇനി രേഖാംശ രേഖകളിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 2 ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. ഒന്ന് 0 ഡിഗ്രി രേഖാംശ രേഖയും അതുപോലെ 180
0 ഡിഗ്രിയും അതുപോലെ തന്നെ 180 ഡിഗ്രി രേഖാംശ രേഖയും വളരെ പ്രധാനപ്പെട്ടതാണ്. 0 ഡിഗ്രി രേഖാംശത്തെ അന്താരാഷ്ട്ര സമയരേഖയായിട്ടും 180 ഡിഗ്രി രേഖാംശത്തെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ടുമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവ ഭൂമിയെ കിഴക്ക് അർദ്ധഗോളമെന്നും അതുപോലെ പടിഞ്ഞാറ് അർദ്ധഗോളമെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. നമ്മൾ നേരത്തെ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും തിരിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കിഴക്ക് അർദ്ധഗോളമായിട്ടും പടിഞ്ഞാറ് അർദ്ധഗോളമായിട്ടും വിഭജിക്കുന്നുണ്ട്. ഇവയും ഡിഗ്രി അളവിൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 0 ഡിഗ്രി രേഖാംശം എന്ന് പറഞ്ഞില്ലേ, അത് മാനക രേഖാംശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഏത് ലോഞ്ചിറ്റ്യൂഡിലാണ്, ഏത് ലാറ്റിറ്റ്യൂഡിലാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഭൂമിയിലെ ഒരു സ്ഥലത്തിനെ സ്ഥാനനിർണയം നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബും ഭൂപടവും 2 തരത്തിലാണ് ലൊക്കേഷൻ മാപ്പ് ചെയ്യുന്നതും ഏത് ദിശയിലേക്ക് ഏത് ദിക്കിലേക്ക് എന്നൊക്കെ നോക്കിയത് കണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അടുത്തത്, അപ്പോൾ ഇതാണ് ഗ്ലോബിൻ്റെ ഒരു മാതൃക. ഇതേ ഗ്ലോബിനെ പരന്ന പ്രതലത്തിൽ ഈ പറഞ്ഞ പോലെ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഇത്തരത്തിൽ ഭൂപടമായിട്ട് മാറും. അപ്പോൾ ഇതാണ് ലോക ഭൂപടം. ഇത് വേൾഡിൻ്റെ ഒരു മിനിയേച്ചർ സ്ട്രക്ചറായിട്ട് ഗ്ലോബിൽ പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, ഇനി കേരളത്തിൻ്റെ ഭൂപടം നിരീക്ഷിക്കൂ. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ എ എന്ന അക്ഷരം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഭൂപടത്തിൻ്റെ തലക്കെട്ടാണ്. കേരളം രാഷ്ട്രീയ ഭൂപടം എന്ന് തലക്കെട്ട് ഹെഡിങ് തന്നിട്ടുണ്ട്. രണ്ടാമത് ദിശ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്. ബി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. സി എന്ന അക്ഷരം കൊണ്ട് ഇവിടെ സൂചിക സൂചിപ്പിച്ചിരിക്കുന്നു. ഈ ഭൂപടത്തിൽ എന്തൊക്കെയാണ് സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സൂചിക ഉപയോഗിച്ച് തോതും തന്നിട്ട് നമുക്കിവിടെ സൂചിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴേ ഈ ഭൂപടത്തിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഭൂപടത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് പൊതുവെ തലക്കെട്ട് നൽകുന്നു. ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. അങ്ങനെയാണെങ്കിൽ നൽകിയിരിക്കുന്ന ഭൂപടത്തിൻ്റെ തലക്കെട്ട് എന്താണ്? കേരളം രാഷ്ട്രീയ ഭൂപടം എന്നതാണ്. കേരളം രാഷ്ട്രീയ ഭൂപടം. അതുപോലെ ദിശ സൂചിപ്പിക്കുന്നതിനുള്ള സൂചകവും തന്നിട്ടുണ്ട്. ബി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ച് സൂചികയും തന്നിട്ടുണ്ട്. സംസ്ഥാന അതിർത്തി സൂചിപ്പിക്കാൻ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ജില്ലാ അതിർത്തിക്ക് ഈ സൂചികയാണ് ഉപയോഗിക്കുന്നത്. തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം എന്നിവ ഇപ്രകാരമുള്ള ചിഹ്നങ്ങൾ കൊണ്ടും സൂചിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൂചിക പ്രധാനമായിട്ടും ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന സൂചികകൾ ഇവയൊക്കെയാണ്. സംസ്ഥാന അതിർത്തി ഇപ്രകാരമാണ്. ജില്ലാ അതിർത്തി ഇപ്രകാരം കൊടുത്തിട്ടുണ്ട്. നദിയെ സൂചിപ്പിക്കുന്നത് ഈ നിറത്തിലും ഈ ഒരു രീതിയിലുമാണ്. ദേശീയ പാതകൾ, റെയിൽ പാതകൾ, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, തുറമുഖം, വിമാനത്താവളം, സംസ്ഥാന പാതകൾ അവയെല്ലാം പ്രത്യേക സൂചികകൾ കൊണ്ട് നൽകിയിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഭൂപടത്തിലെ എല്ലാ ജില്ലകൾക്കും ഒരേ നിറമല്ല നൽകിയിട്ടുള്ളത്. ഭൂപടത്തിലെ ഭൂതല സവിശേഷതകൾ കണക്കാക്കുന്നതിനായിട്ടാണ് വ്യത്യസ്ത നിറങ്ങൾ നൽകുന്നത്. അതിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഗ്ലോബിലും ഭൂപടത്തിലും ഒക്കെ ജലാശയങ്ങൾക്ക് നീല നിറമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സൂചികകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂപട നിർമ്മാണം പ്രധാനപ്പെട്ടതാണ്. കാർട്ടോഗ്രഫിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപട ശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. കാർട്ടോഗ്രഫി, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ നമ്മൾ കാർട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത്. കാർട്ടോഗ്രാഫർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ.
ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ഇതിൻ്റെ ആസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. അപ്പോൾ കാർട്ടോഗ്രഫി എന്നാൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി. തയ്യാറാക്കുന്നയാളെ, ഭൂപടങ്ങൾ തയ്യാറാക്കുന്നയാളെ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കാനും പരിശോധിക്കാനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ആസ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ്. ഇനി കേരളത്തിലെ ഭൂപടം പരിശോധിച്ച ശേഷം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല അതേതാണ്? വയനാടാണ്. അതുപോലെ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയും വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക താലൂക്ക് സുൽത്താൻ ബത്തേരിയാണ്. ഓക്കെ. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ എവിടെ നിന്നാണ്? നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ വടക്ക് നിന്ന് തെക്കോട്ടാണ്. വടക്ക് നിന്ന് തെക്കോട്ട്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമുക്കിത് മനസ്സിലായിട്ടുണ്ട്. ഏതാണ്? കർണാടകയും തമിഴ്നാടുമാണ്. കർണാടകയും തമിഴ്നാടുമാണ്. ഓക്കെ. അതിനുശേഷം കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. തുടർന്ന് ഭൂപട വായനയുടെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി ഇന്ത്യയുടെ ഭൂപടം ഒന്ന് നോക്കാം. ഈ ഇന്ത്യ ഭൂപടത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പേര് എന്താണ്, മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് തന്നിട്ടുണ്ട്. അതുപോലെ ദിശ തന്നിട്ടുണ്ട്, സൂചികയും തന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കെല്ലാം വ്യത്യസ്ത നിറങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്? നിലവിലിപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 UTസുമാണ്, കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഓക്കെ. ഇനി ഇന്ത്യയുടെ അതിർത്തി, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അയൽ രാജ്യങ്ങൾ മുതലായവ രേഖപ്പെടുത്തി ഭൂപടം നിരീക്ഷിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇന്ത്യയുടെ കിഴക്കു ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യയുടെ കിഴക്കു ഭാഗം, നമുക്ക് ദിശാസൂചിക തന്നിട്ടുണ്ട്. കിഴക്കും പടിഞ്ഞാറും നമുക്കിപ്പോൾ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഇന്ത്യയുടെ കിഴക്കു ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ്. നമ്മുടെ അതിർത്തിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്കാണ്. ലഡാക്ക്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? അരുണാചൽ പ്രദേശ് എവിടെയാണ്? അരുണാചൽ പ്രദേശ് ഈസ്റ്റിലാണ്. ഇന്ത്യയിൽ ഉദയസൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. അടുത്ത ചോദ്യം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് ഈസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ UT എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളുണ്ട്? 9 അയൽ രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ, എവിടെ നിന്നാണ് തുടങ്ങുക? നമുക്കിങ്ങനെ നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. അതേ തുടർന്ന് മാലിദ്വീപ് വരുന്നുണ്ട്. പിന്നീടാണ് ശ്രീലങ്ക വരുന്നത്. ഓക്കെ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, മ്യാൻമാർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്, ശ്രീലങ്ക. ഓക്കെ. ഇനി ഉത്തർപ്രദേശിനെ കുറിച്ച് നൽകിയിട്ടുള്ളൊരു കുറിപ്പ് നോക്കാം. ഉത്തർപ്രദേശ്
എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ഉത്തർപ്രദേശിൻ്റെ സ്ഥാനം അറിയാലോ അല്ലേ? ഇതാണ് ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശ് എന്താണ് ക്യാപിറ്റൽ? ലക്നൗ ആണ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഉത്തർപ്രദേശിനെ കുറിച്ച് വായിക്കാം. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നത്. ഇതെല്ലാം പോയിന്റ്സ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് എന്നെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. കഥക് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിൽ നിന്നാണ്. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ടു കാണും. കാൺപൂർ, ലക്നൗ, വാരാണസി, ആഗ്ര, അലഹബാദ് തുടങ്ങിയവയാണ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരന്നു. അപ്പം അശോക സ്തംഭം എടുത്തിരിക്കുന്നത് സാരാനാഥിലെ പില്ലറിൽ നിന്നാണ്. അത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ രാജ്യാതിർത്തി വരുന്നത് നേപ്പാളുമായിട്ട് ഒരു രാജ്യാതിർത്തി വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള നൃത്തകലയാണ് കഥക് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ കാൺപൂർ, ലക്നൗ, വാരാണസി, ആഗ്ര, അലഹബാദ് ഇവയെല്ലാം ഉത്തർപ്രദേശിലാണ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇനിയുള്ളത്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. ഈ ഡേറ്റും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് 1000കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. വാസ്കോഡ ഗാമയുടെ ഈ ഒരു യാത്രയാണ് ഇവിടെ പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുള്ളത്, മാപ്പിൽ അടയാളപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി കിഴക്കേ ഭാഗത്തൂടെ ഇന്ത്യൻ സമുദ്രത്തിലേക്കാണ് എത്തുന്നത്. ഓക്കെ ആണല്ലോ. വാസ്കോഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏതൊക്കെ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യയിലേക്ക് എത്തിയത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ വന്ന് പിന്നീട് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. മറ്റ് സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? മറ്റ് സമുദ്രങ്ങൾ പസഫിക് സമുദ്രമുണ്ട്, അതുപോലെ അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇവിടെ ആർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ഈ പിക്ചറിൽ നിന്ന്, ഈ ഒരു ഭൂപടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ സമുദ്രങ്ങളും പരസ്പരം ചേർന്നാണ് കിടക്കുന്നത്. എല്ലാ സമുദ്രങ്ങളും പരസ്പരം ചേർന്നാണ് കിടക്കുന്നത്. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ സമുദ്രം. അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സമുദ്രങ്ങൾക്കിടയിൽ അതിവിശാലമായ കരഭാഗങ്ങൾ കൂടിയുണ്ട്. അതാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ. എത്ര ഭൂഖണ്ഡങ്ങളാണുള്ളത്? 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. ഏറ്റവും വലുത് ഏഷ്യയാണ്. ഏഷ്യ ഭൂഖണ്ഡമാണ് ഏറ്റവും വലുത്. നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏഷ്യ ഭൂഖണ്ഡമാണ് ഏറ്റവും വലുത്. അതേ തുടർന്നാണ് ആഫ്രിക്ക വരുന്നത്. ആഫ്രിക്ക. മൂന്നാമത് വടക്കേ അമേരിക്ക, പിന്നീട് തെക്കേ അമേരിക്ക, അതിനുശേഷം അന്റാർട്ടിക്ക വരുന്നുണ്ട്. അന്റാർട്ടിക്ക. യൂറോപ്പാണ് അടുത്തത്. യൂറോപ്പ്. ഏറ്റവും അവസാനമായിട്ടാണ് ഓസ്ട്രേലിയ വരുന്നത്. അപ്പോൾ 7 ഭൂഖണ്ഡങ്ങളുടെ പേര് നമ്മൾ ആ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യ, ആഫ്രിക്ക,
വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇനി ലോകഭൂപടത്തിൽ സമുദ്രങ്ങളോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി കണ്ടു. ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ. ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്? അതും നമ്മൾ പറഞ്ഞു, ഏഷ്യയുടെ ഭാഗമാണ്. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അത് 2 വരുന്നത്. ഓസ്ട്രേലിയയും വരുന്നുണ്ട്, അതുപോലെ തന്നെ അന്റാർട്ടിക്കയും വരുന്നുണ്ട്. അവ രണ്ടും പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടവയാണ്. ഓക്കെ.